ഇന്ത്യയിലെ 31 മുഖ്യമന്ത്രിമാരുടെ വിവരങ്ങൾ അത് സങ്കലനം ചെയ്തുകൊണ്ട് അത് പരിശോധിച്ചുകൊണ്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു NGO, അത് വിദേശ ഫണ്ടൊക്കെ ലഭിക്കുന്ന NGO ആണ്. അവർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ ഈ മുഖ്യമന്ത്രിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത അഫിഡവിറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ 31 മുഖ്യമന്ത്രിമാരിൽ 14 പേർ ക്രിമിനൽ കേസുകൾ നേരിടുന്നവരാണ് എന്നുള്ള കാര്യമാണ്. അതായത് അവർ തന്നെ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ 11 പേർ, അതായത് 31 പേർ 14 പേരുടെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട്, ആ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ 11 പേർ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ, അതായത് അഴിമതി ആരോപണങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ കേസുകളുണ്ട്. ഇതിലേറ്റവും ഗുരുതരമായ 11 ഗുരുതരമായ കേസുകൾ പങ്കാളികളായ 11 മുഖ്യമന്ത്രിമാരാണുള്ളത്. ഇതിൽ 2 മുഖ്യമന്ത്രിമാർക്ക് വധശ്രമത്തിനുള്ള കേസുണ്ട് എന്നുള്ള, അതായത് അറ്റംപ്റ്റ് ടു മർഡർ എന്നുള്ള കാര്യമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും, രണ്ടാമത്തേത്, അല്ലെങ്കിൽ 2 പേരിൽ ഒരാൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും രണ്ടാമത്തെയാൾ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമാണ് എന്നുള്ളതാണ് അവർ നൽകിയ അഫിഡവിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ സ്വത്ത് വകകളെക്കുറിച്ചുള്ളൊരു പരാമർശവുമുണ്ട്. ഇതും അവർ നൽകിയ അഫിഡവിറ്റിൽ നിന്ന് എടുത്തതാണ്. ഇതിനകത്ത് ഏറ്റവും അധികം സ്വത്തുള്ളത് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറാണ്. 1413 കോടി രൂപയുടെ സ്വത്താണ് അദ്ദേഹത്തിനുള്ളത്. അതേസമയത്ത് ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് 85 ലക്ഷം രൂപയുടെ സ്വത്ത് മാത്രമേ ഉള്ളൂ. DK ശിവകുമാറിൻ്റെ സ്വത്ത് 1413 കോടി രൂപയാണ്. ശരാശരി സ്വത്ത്, അതായത് ഇന്ത്യയിലെ മൊത്തം മുഖ്യമന്ത്രിമാരുടെ മൊത്തം സ്വത്തുക്കളെ മുഖ്യമന്ത്രിമാരുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശരാശരി ഒരു മുഖ്യമന്ത്രിയുടെ സ്വത്ത് എന്ന് പറയുന്നത് 118 കോടിയാണ്. ഇതിൽ ഏറ്റവും അധികം കുറവ് കാണിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. അദ്ദേഹത്തിന് 55 ലക്ഷം രൂപയുടെ സ്വത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പറയുന്ന സമയത്ത് 9 മുഖ്യമന്ത്രിമാർ ബിരുദാനന്തര ബിരുദമുള്ള ആളുകളാണ്, 7 പേർ ബിരുദധാരികളാണ്, 3 പേർ ഡോക്ടറേറ്റ് ഉള്ള ആളുകളാണ്, അതേപോലെ തന്നെ 2 പേർ 10ാം ക്ലാസ് ബിരുദമുള്ള ആളുകളാണ്. ഏജ് ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേരും 51 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. അതായത് 17 പേർ, 31 മുഖ്യമന്ത്രിമാർ 17 പേരാണ് 51 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളത്. പോണ്ടിച്ചേരിയിലെ മുഖ്യമന്ത്രി 75കാരനായ രംഗസ്വാമിയാണ് ഏറ്റവും പ്രായമുള്ള മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് 75 വയസ്സുണ്ട്. അതേസമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിമാർ 2 പേരാണ്, 44 വയസ്സുള്ള 2 പേരാണ്. ഒന്ന് പ്രേമ ഖണ്ഡു, അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തോടൊപ്പം മേഘാലയയിലെ മുഖ്യമന്ത്രി കൊണാൾഡ് സാങ്മയാണ് പ്രായം കുറഞ്ഞ മറ്റൊരാൾ. അങ്ങനെ 2 പേർ, 44 വയസ്സുള്ള 2 പേരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിമാർ. 75 വയസ്സുള്ള രംഗസ്വാമിയാണ് ഏറ്റവും പ്രായം കൂടുതലുള്ള മുഖ്യമന്ത്രി. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കേസുകളുള്ള മുഖ്യമന്ത്രിമാരിൽ ഒന്ന് രേവന്ത് റെഡ്ഡിയാണ്, തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ പേരിൽ 89 കേസുകളാണുള്ളത്. ബംഗാൾ മുഖ്യമന്ത്രി അധികാരിയുടെ പേരിൽ 29 കേസുണ്ട്. കർണാടക മുഖ്യമന്ത്രി ശിവകുമാറിൻ്റെ പേരിൽ 19 കേസുകളാണുള്ളത്. അതേപോലെ തന്നെ സിക്കിമിലെ മുഖ്യമന്ത്രി PS തമാങ് മുമ്പൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മന്ത്രിമാരുടെ സ്വത്തുക്കളിൽ 2ാം സ്ഥാനം, അതായത് 1ാം സ്ഥാനം DK ശിവകുമാറിനാണെങ്കിൽ 1413 കോടിയുള്ള DK ശിവകുമാറാണെങ്കിൽ 931 കോടി രൂപ ആസ്തിയുള്ള ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് 2ാമൻ. അതേപോലെ തന്നെ ജോസഫ് വിജയ്, അദ്ദേഹത്തിൻ്റെ ആസ്തി 648 കോടി രൂപയാണ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡുവിൻ്റെ ആസ്തി 332 കോടിയാണ്. അതേസമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ആസ്തികളുള്ള ആളുകളിൽപ്പെട്ട ആളാണ് 85 ലക്ഷം രൂപ ആസ്തിയുള്ള അധികാരിയും, അതുപോലെ തന്നെ 55 ലക്ഷം രൂപ ആസ്തിയുള്ള ഒമർ അബ്ദുള്ളയും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് 1.54 കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത് സിംഗ് മാനിന് 1.97 കോടി രൂപയാണുള്ളത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാലിന് 1.46 കോടി രൂപയുടെ സ്വത്താണുള്ളത്.
മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന് 42 കോടിയുടെ സ്വത്തുണ്ട്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് 35 കോടി രൂപയുടെ സ്വത്തുണ്ട്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് 13.27 കോടിയുടെ സ്വത്താണുള്ളത്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശന് 6.65 കോടിയുടെ സ്വത്തും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗിന് 5.88 കോടി രൂപയുടെ സ്വത്തും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്ക് 5.3 കോടി രൂപയുടെ സ്വത്തുമാണുള്ളത്. ഇതാണ് നേതാക്കന്മാരുടെ സ്വത്ത് വിവരങ്ങൾ. ഇതൊക്കെ ADRന്റെ റിപ്പോർട്ടിലാണ് പുറത്തു വന്നിരിക്കുന്നത്.